ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ദുബായിൽ എയർലൈൻസിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. ഇപ്പം ഞാൻ ഇന്ന് നമ്മുടെ എമിറേറ്റ്സ് എയർലൈനിൻ്റെ ഒരു 50-50ഓളം വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണേ. ദുബായിൽ നമ്മുടെ എമിറേറ്റ്സ് എയർലൈൻസിൽ 50ഓളം വേക്കൻസി ഉണ്ട്. അത് വ്യത്യസ്തമായ വേക്കൻസീസ് ആണ്. അതായത് ഗ്രൗണ്ട് സ്റ്റാഫ് വേക്കൻസീസ് ഉണ്ട്, ക്യാബിൻ ക്രൂ ഉണ്ട്, കാർഗോയിലുണ്ട്, പിന്നെ നമ്മുടെ GSA ആയിട്ടുണ്ട്, പിന്നെ നമ്മുടെ എഞ്ചിനീയറിങ്ങിൽ വേക്കൻസി ഉണ്ട്, എയർക്രാഫ്റ്റ് എഞ്ചിനീയറിങ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ജാവ, അതുപോലെ തന്നെ മറ്റ് സീനിയർ സോഫ്റ്റ്വെയർ, ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അങ്ങനെ എല്ലാവർക്കും പറ്റിയതായിട്ടൊരു വേക്കൻസിയാണ്. പിന്നെ നേഴ്സസ്, അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 50ഓളം വേക്കൻസീസാണ് ഞാൻ വന്നേക്കണേ. ഞാൻ വേക്കൻസീസ് ഫുള്ള് ഡീറ്റെയിൽ ഞാൻ ഈ ഫുൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഷോർട്സ് കാണുന്നവരാണ് എൻ്റെ ഫുൾ വീഡിയോ കയറി കാണുക. അതായത് എമിറേറ്റ്സ് എയർലൈനിൽ 50ഓളം ജോബ് വേക്കൻസീസ് ഉണ്ട്. ഒന്ന് ലൈസൻസ്ഡ് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ, സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്, ജൂനിയർ എഞ്ചിനീയറിംഗ് മെയിൻ്റെനൻസ് അസിസ്റ്റൻസ്, പിന്നെ എഞ്ചിനീയറിംഗ് ഓഫീസേഴ്സ്, പിന്നെ എമിറേറ്റ്സ് ഓഫീസർ സ്റ്റോർ സൂപ്പർവൈസർ, പിന്നെ ട്രെയിനിങ് ഓഫീസർ സെക്യൂരിറ്റി, അതായത് സെക്യൂരിറ്റിയിൽ അവരുടെ ട്രെയിനിങ് ഓഫീസറായിട്ട് വേക്കൻസി വരുന്നുണ്ട് സെക്യൂരിറ്റിയിൽ. പിന്നെ സീനിയർ സേഫ്റ്റി മാനേജർ എഞ്ചിനീയറിങ്, പിന്നെ വരുന്നതാണ് അസിസ്റ്റൻറ്റ് ലൈഫ് സർക്കിൾ മാനേജർ, പിന്നെ വരുന്ന സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് അസിസ്റ്റൻറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്, പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്, പിന്നെ ടൂൾ സ്റ്റോർ വെയർഹൗസ് ആയിട്ട്, അതായത് ടൂൾ സ്റ്റോർ വെയർഹൗസ് ആയിട്ട് വേക്കൻസി, പിന്നെ ലോജിസ്റ്റിക്സ് ജൂനിയർ അസിസ്റ്റൻസ് ആയിട്ട്, പിന്നെ ഡോക്യുമെൻറ്റ് മാനേജർ ആൻഡ് ഡാറ്റ അനാലിസിസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ IT ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്ക് അവർക്ക് വരുന്നുണ്ട്. പിന്നെ ക്യാബിൻ സർവീസ് അസിസ്റ്റൻ്റ് ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. ക്യാബിൻ ക്രൂ ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. സീനിയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് റിപ്പയർ കോർഡിനേറ്റേഴ്സ് ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിട്ട് വേക്കൻസി വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവയിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഈ ഇൻസൈറ്റ് ഓഫീസറായിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ അക്കൗണ്ട്സിലേക്ക് കുറേ വേക്കൻസീസ് വരുന്നുണ്ട്. ടിക്കറ്റ് ടാക്സാഷൻ, പാസഞ്ചർ സെയിൽ, റവന്യൂ അസിസ്റ്റൻസ്, അങ്ങനത്തെ പല ഇതിലായിട്ട് അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസീസ് കുറേ വരുന്നുണ്ട്. പിന്നെ എയർക്രാഫ്റ്റ് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ മാനേജർ കാർഗോയിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. കാർഗോ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. കാർഗോ ഏജൻ്റ് ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ റെസ്ക്യൂ അലോക്കേറ്റേഴ്സ് ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ റിസോഴ്സ് അലോക്കേറ്റർ ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ നോർമൽ റെസ്ക്യൂവിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫീസറായിട്ട് വേക്കൻസി വരുന്നുണ്ട്. ഇവൻ്റ് ഓഫീസറായിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് എൻട്രി ക്യാപ്റ്റനായിട്ട്, ഫ്ലൈറ്റ് ക്യാപ്റ്റനായിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിട്ട് വേക്കൻസി വരുന്നുണ്ട്. നാഷണൽ കേഡറ്റ് പൈലറ്റ് പ്രോഗ്രാമിലേക്കുണ്ട്. പിന്നെ മെറ്റീരിയൽ പ്ലാനിങ് ഓഫീസറായിട്ടുണ്ട്. സീനിയർ ക്വാളിറ്റി അഷുറൻസ് മാനേജർ, ഡിജിറ്റൽ എക്സ്പീരിയൻസ് ആൻഡ് മാർക്കറ്റിംഗ് ടെക്നോളജി, പിന്നെ കസ്റ്റമർ സർവീസ് റോഡിലേക്ക്, അതായത് GSA, അതായത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റാഫിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ നേഴ്സസ് ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ കാർഗോ ഏജൻ്റായിട്ട് വേക്കൻസി വരുന്നുണ്ട്. അങ്ങനെ എമിറേറ്റ്സ് എയർലൈൻസിൽ 50ഓളം വേക്കൻസീസ് വരുന്നുണ്ട്. എൻ്റെ ഈ ഫുൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എൻ്റെ ഈ ഫുൾ വീഡിയോയുടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും എല്ലാം ഞാൻ ഈ ഇതിൻ്റെ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ ഷോർട്സ് കാണുന്നവരാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഫുൾ വീഡിയോ എന്ന്. ഈ വീഡിയോയിൽ ഓൾമോസ്റ്റ് ഒരു 4-5 മിനിറ്റ് ഉള്ള ഈ വീഡിയോയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ട് വേക്കൻസിയുടെ. അതുപോലെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് www.emiratesgroupcareer.com എന്ന് പറയുന്ന അവരുടെ സൈറ്റിൽ കയറുക. സൈറ്റിൽ കയറിയിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം സൈറ്റിൻ്റെ ഡീറ്റെയിൽ. സൈറ്റിൽ കയറിയാൽ നമുക്ക് അതിനകത്ത് സെക്ഷൻസ് ഉണ്ട്. എയർപോർട്ട് സർവീസ് ഉണ്ട്, അതിനകത്താണ് ഈ ഗ്രൗണ്ട് സ്റ്റാഫ്, കാർഗോ, ഈ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻസ്, അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് കോർപ്പറേറ്റ് സർവീസാണ്. കോർപ്പറേറ്റ് സർവീസിലാണ് വരുന്നത് ഈ ഫിനാൻസ്, അക്കൗണ്ട്സ്, അങ്ങനെ വരുന്നതൊക്കെ. പിന്നെ ഈ HR, അതെല്ലാം വരുന്നത് ഈ നമ്മുടെ കോർപ്പറേറ്റ്സ് എന്ന് പറയുന്ന സംഭവത്തിലാണ്. പിന്നെ വേറൊരു സെക്ടർ വരുന്നതാണ് IT, നമ്മുടെ ഈ എമിറേറ്റ്സ് തന്നെ. ആ IT യിലേക്ക് കയറി നമുക്ക് അപ്ലൈ ചെയ്താൽ നമ്മുടെ
സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞായിട്ട് അവരുടെ ആ എയർലൈൻസിൻ്റെ തന്നെ സൈറ്റിൽ കാണും. അതിൽ കയറിയാൽ അവരുടെ നേഴ്സസ് അതിലൊക്കെ നിങ്ങൾക്ക് കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിൽ അയക്കേണ്ടത് നമ്മുടെ www.emirates.group.career.com എന്ന് പറയുന്ന അവരുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു തേർഡ് പാർട്ടിയോ സെക്കൻഡ് പാർട്ടിയോ ഒന്നുമില്ല. ഡയറക്റ്റ് കമ്പനിയുടെ ഡീറ്റെയിൽസിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല കുറേ വേക്കൻസി വന്നിട്ടുണ്ട്. ക്യാബിൻ ക്രൂ ആയിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്, നമ്മുടെ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട്. അപ്പോൾ നല്ലൊരു അവസരമാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ബൈ ബൈ.